ഓടിക്കോ. ഉമ്മാരെ കൈപ്പെടരുത്, ഓടിക്കോ. ബാഗവന്മാരെ കൈപ്പെടരുത്. വഴിയില്ല. നീ പേടിക്കണ്ട, നാട്ടിലെത്തിയാൽ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. നമ്മൾ രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്നതല്ലേ. നീ ഇത് വഴി വെക്കോ. ഇതാ ഇത് വെച്ചോ. പോടാ, നീ പോടാ. എനിക്കറിയില്ല. കുറച്ചു ദിവസമായല്ലോ പോയിട്ട്. അവൻ എവിടെ പോവാന്നാ പറഞ്ഞത്? 2 ദിവസത്തിനകം വരാന്ന് പറഞ്ഞാ പോയത്. ഒന്ന് ഫോണെങ്കിലും വിളിച്ച് പറയാൻ പാടില്ലേ? മനുഷ്യൻ ഇവിടെ കിടന്ന്. ഇതല്ലേ മറഡോണയാ മുതലാളി. എടോ, വായിക്കൊള്ളാത്ത പേരുള്ള ഒരുത്തനില്ലേ ഇവിടെ? ആരാ? മറയും കുറയൊന്നുമല്ല, മർഡോണ. അവൻ എന്റെ മകനാ. ഇപ്പൊ ഇവിടെ ഇല്ല. എവിടെ പോയി അറിയില്ല. അത് ശരി. അപ്പ എന്നെ പറ്റിക്കാമെന്നാണ് വിചാരിക്കുന്നതല്ലേ? കണ്ടോ, പേര് നോക്കടാ. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? അവനിവിടെ ഇല്ല. തോന്നിവാസോടെ കാണിക്കണേ. അവനിവിടെ ഇല്ലാന്ന് പറഞ്ഞില്ല. ഇവിടെ വന്ന് ചുമ്മാ എന്താണെന്നറിയണോ? കണ്ടോ, ഇവരാരൊക്കെ ജോസഫേ? എനിക്കറിയില്ല. അതെ, നേരെയാണെങ്കിൽ രാജനും നേരെയാ. പക്ഷെ ചെറ്റത്തരം കാണിച്ചാലുണ്ടല്ലോ. എന്താ കാര്യം എന്ന് പറ. എടോ, തന്റെ മോനെന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതേ 1-2 രൂപയല്ല, 10 ലക്ഷം രൂപയാ. ഒരാഴ്ച കൊണ്ട് 10,80,000 രൂപ തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാ. ഇപ്പൊ പൈസ ഇല്ല, അവനുമില്ല. കണ്ടാ, ഇത് കണ്ട, അവന്റെ പേരിലുള്ള ഈ വീടിന്റെ ആധാരവും അവൻ എഴുതി തന്ന എഗ്രിമെന്റും. ഇതിന്റെ ഉറപ്പില്ല ഞാൻ അവന് പണം കടം കൊടുത്തത്. കാശ് കൊടുത്താലേ അത് മുതലാക്കാനും രാജനറിയാം. എല്ലാത്തിനെയും വലിച്ച് പുറത്തിട്ടിട്ട് കിട്ടുന്ന വിലക്ക് ഞാനത് വിൽക്കും. നോക്കൂ, നിങ്ങൾ ദയവായി ഇപ്പൊ പോണം. എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം. എനിക്ക് എന്റെ കാശ് കിട്ടണം, എന്നിട്ട് ഞാൻ പോകൂ. തരാം, പക്ഷേ ഇപ്പൊ നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ പോണം പ്ലീസ്. ഇപ്പൊ ഞാൻ പോകുന്നു. എന്റെ പൈസ അങ്ങെത്തിച്ചേക്കണം. ഇനി എന്നൊരു വരവ് കൂടി വരുത്തരുത്. കണ്ടാ, മറഡോണ എന്ത് പണിയാ കാണിച്ചത്? വീട് പണയം വെക്കാന്ന് വെച്ചാ അതും ബ്ലേഡുകാർക്ക്. അങ്ങനെയൊന്നും ആയിരിക്കില്ല. അവൻ വരുമ്പോ ഞാൻ ചോദിക്കാം. ജോസഫേ, നത്തിങ് ടു വറി, ബട്ട് ബി കെയർഫുൾ. ഒരു മൈനർ അറ്റാക്ക് ആയിരുന്നു. ഭാഗ്യം കൊണ്ടാ കുഴപ്പമൊന്നും സംഭവിക്കായിരുന്നു. ഏതായാലും കുറച്ച് ദിവസം ഒബ്സർവേഷനിൽ കിടക്കട്ടെ. താങ്ക് യു. നീ എവിടെയായിരുന്നു? നീ വന്നേ, വണ്ടി കയറി പറയട്ടെ. എന്താടാ, വല്ല പ്രശ്നവും? ഇപ്പോഴും ഐസിയുവില്ല? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആ മനുഷ്യന്റെ ഉള്ള ജീവനും കൂടെ കളയാനോ? മമ്മി, ഞാൻ
വിളിക്കരുതന്നെ മമ്മിയെന്ന് എനിക്കത് കേൾക്കണ്ട. എന്നെക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിച്ചത് അതിന്റെ ഡാഡി. എന്നിട്ട് ആ മനുഷ്യനെ പോടാ എവിടേക്കാന്ന് വെച്ചാ. വീട് വിറ്റ നീ നാളെ ഞങ്ങളെ വിൽക്കും. അതിനു മുമ്പ് എങ്ങോട്ടെങ്കിലും പോയി തോലയെ. എങ്ങോട്ടെങ്കിലും പോയി തോലയെ. എനിക്ക് നിന്നെ കാണണ്ട എനിക്ക്. എനിക്ക് മതിയായി. ഇങ്ങനൊരെണ്ണത്തിന് എനിക്ക് എന്തിനാ തന്നത് കർത്താവേ? മതിയായി ഈ നശിച്ച ജീവിതം. മതിയായി എനിക്ക്. ആർക്കും വേണ്ട എന്നെ. ഇപ്പൊ എന്റെ മമ്മിക്കും വേണ്ട എന്നെ. തോറ്റു, എല്ലായിടത്തും തോറ്റു. നീ ഒറ്റ ഒരുത്തരാ എന്നെ ഇങ്ങനെ ആക്കിയത്. എന്നെ തോൽപ്പിച്ചു നീ കരുതണ്ട. അങ്ങനെ തോൽക്കുന്നവരല്ല ഈ മറഡോണ. നീ മാത്രം തീരുമാനിക്കുന്ന അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് മനസ്സില്ല. എന്റെ ഒരു വിധിയെങ്കിലും ഞാൻ തീരുമാനിക്കും. എന്റെ മരണം ഇങ്ങനെ ഒരുത്തനെ മകനായി കിട്ടാൻ ഞാൻ എന്ത് മഹാപാവമായി ചെയ്തു.